ദൈവമേ കാത്തുരക്ഷിക്കണേ ഗുരുവായൂരപ്പാ കൃഷ്ണ. ഇത് വെച്ചോളൂ. വേണ്ട, നാരായണൻകുട്ടിക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം ചെയ്ത വഴിപാടാണ്. നമ്മുടെ ഒരു സന്തോഷം. സാരില്ലെന്നേ. വേണ്ട വേണ്ട, നാരായണൻകുട്ടി നമ്മുടെ സ്വന്തം കുട്ടിയെപ്പോൾ തന്നെയാണ്. ഇത് പിടിക്കൂ. എന്നാ ബണ്ണാർത്തി ഇട്ടേക്കാം. ശരി. ഹായ്. ഞാൻ നേരത്തെ കണ്ടേ. അതിന്റെ കഥ കണ്ടോ? ആ കഥ എങ്ങനെ തുറക്കാം? അത് കഥകല്ല, റോളിംഗ് ഷട്ടർ എന്ന് പറയും. അതിങ്ങനെ പിടിച്ച് മേലോട്ട് പൊക്കുക. അമ്മമ്മേ, നമ്മുടെ കട. നമ്മുടെ ഏവരുടെയും കണ്ണിലുണ്ണിയായ ശ്രീമാൻ ലാസർ മുതലാളിയെ ബ്രൈറ്റ്മെൻസിന്റെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നാട്ടുകാരെ, സഹജീവികളെ, പ്രിയപ്പെട്ടവരെ, ബ്രൈറ്റ്മെൻസ് ക്ലബ്ബ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് 4 വർഷമേ ആയിട്ടുള്ളൂവെങ്കിലും വളരെയധികം സൽക്കർമ്മങ്ങൾ ബ്രൈറ്റ്മെൻസ് ക്ലബ്ബ് ഇതിനകം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. പാവപ്പെട്ട കുട്ടികൾക്ക് യൂണിഫോം തയ്ച്ചു കൊടുക്കുക, പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കുക, വിധവകൾക്ക് തയ്യൽ മെഷീൻ വാങ്ങിക്കൊടുക്കുക, അങ്ങനെ നിരവധി നല്ല നല്ല കാര്യങ്ങൾ ഞങ്ങളുടെ ബ്രൈറ്റ്മെൻസ് ക്ലബ്ബ് ഇവിടെ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലും വിദേശത്തും വ്യാപിച്ചു കിടക്കുന്ന ഈ സംഘടനയുടെ പ്രവർത്തനം നമ്മുടെ പാലക്കാട് ഗ്രാമത്തിലേക്ക് കൂടി വ്യാപിപ്പിച്ചത് സത്യം പറഞ്ഞാൽ, വാസ്തവം പറഞ്ഞാൽ, ഏതാനും വർഷങ്ങളായി വ്യാവസായികമായ കാര്യങ്ങൾക്ക് ഇവിടെ സ്ഥിരതാമസമാക്കിയിട്ടുള്ള നമ്മുടെ ഈ നാടിന്റെ പൊന്നോമനപുത്രനായ ലാസർ മുതലാളിയാണ്. ഇന്നിവിടെ നടക്കാൻ പോകുന്ന ഈ സൽക്കർമ്മം നിർവഹിക്കുന്നത് മിസ്സിസ് മേനോനാണ്. അവർക്ക് മലയാളം അറിയില്ലെങ്കിലും എനിക്ക് മലയാളം അറിയാം. പറയാം. കാലില്ലാത്ത ദുഃഖവും പേര് നടക്കുന്ന ശ്രീ നാരായണൻകുട്ടിയെ ഞാൻ ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാട്ടുകാരെ, കാലില്ലാത്ത ദുഃഖവും പേര് നടക്കുന്ന ശ്രീ നാരായണൻകുട്ടിയെ നാം ഇന്നൊരു കട ഉടമസ്ഥനാക്കി മാറ്റുകയാണ്, ഒരു കച്ചവടക്കാരനാക്കി മാറ്റുകയാണ്. ഇന്നു മുതൽ ഈ കാണുന്ന കടയുടെ ഉടമസ്ഥനായ അദ്ദേഹം. നാട്ടുകാരെ, ജോലി ചെയ്ത് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഈ ചെറുപ്പക്കാരന് സ്വന്തമായൊരു ഉപജീവന മാർഗം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഈ കടയുടെ ഉദ്ഘാടനത്തിന് മുമ്പ് മഹത്തായ ഒരു കർമ്മം ഇവിടെ നടക്കുകയാണ്. ശ്രീ ഗോപാലൻകുട്ടിക്ക്, നാരായണൻകുട്ടി എന്ത് കുട്ടിയായാലും ഒരു കുട്ടിയല്ലടോ, ശ്രീ നാരായണൻകുട്ടിക്ക് ഒരു കൃത്രിമക്കാൽ ദാനം ചെയ്യുന്നതാണ്. ഈ ചടങ്ങ് നിർവഹിക്കുന്നതിന് ഞാൻ മിസ്സിസ് മേനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അവർ സ്റ്റേജിലുണ്ടെന്ന് എനിക്കറിയാം. അവരെ ഞാൻ മുന്നിലേക്ക് ക്ഷണിക്കുന്നു. കൈ എവിടെ? കയ്യല കാല്. കൈയായാലും കാലായാലും ഒരു ഉപകാരത്തിനുള്ളതല്ലേ? കാലെവിടെയെന്ന് ആണുങ്ങളുടെ ഒറ്റെണ്ണത്തിന് സ്റ്റേജിൽ കയറ്റരുതെന്ന് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞു. ഇത്രയും വൃത്തികെട്ടോ മാറി എന്റെ എല്ലാ ഗോപാലൻകുട്ടി ഒന്ന് എഴുന്നേറ്റ്. എന്ത് കുട്ടിയാലും എഴുന്നേറ്റ് കിട്ടുമോ? മെല്ലെ മെല്ലെ. ഇനിതാ ചാടല്ലേ. ഞാൻ കൊടുത്തേ. ഒരു സെക്കൻഡ് ഡേവിഡ് ഒരു ഫോട്ടോ എടുത്തേ. പടം എടുക്കുന്നു. ഒരു ഫോട്ടോ ആരടി? ഇനി കൊടുത്തേ കൊടുത്തേ. കയ്യടി 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 കയ്യടി. അമ്മേ, അങ്ങോട്ട് നോക്കമ്മേ. നടക്കൂ, നടന്നോളൂ.
ഇരുന്നോ ഇവിടെ. ഈശ്വരാ ഭഗവാനെ. എത്ര പേർക്ക് ഇതിനു മുമ്പ് ഇതുപോലെ കാല് വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതൊക്കെ നമ്മൾ ചെയ്യുന്നു. ദേ ഇനി ഇത് കഴിഞ്ഞാ പിന്നെ അവിടെ മറ്റേ കടയുടെ കാര്യം ഉണ്ടോ? ഇനി കത്തിരില്ല, ചീറ്റില്ല, വേണ്ട കത്ത. അങ്ങോട്ട് നടത്തിപ്പിച്ച് നോക്കണ്ടേ? അതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം. ഒക്കെ ഞാൻ ശരിയാക്കാം. സമാനായിട്ടിരിക്കും. എവിടെ? എല്ലാം ശരിയായിട്ടുണ്ടോ? ആ ഒന്ന് ഇങ്ങോട്ട് മാറി എഴുതരുത്. നടക്ക്. ആ ദൈവത്തെ മനസ്സിൽ വിചാരിച്ച ഈ താക്കോണ്ട് പിടിച്ചോളൂ. ആ ഫോട്ടോഗ്രാഫർ എവിടെ? ആ ശരി പ്ലീസ്. ആ എടുത്തു. ആ കട അങ്ങോട്ട് തുറക്കണോ? വലുതാലും വെച്ചോളൂ കയറുക. കയറാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലടോ. ഇല്ല. ആ ഇനി ഐശ്വര്യമായിട്ട് കച്ചവടം അങ്ങോട്ട് തുടങ്ങുക. വരി വരിയായിട്ട് നിൽക്കുക. എന്താ വേണ്ട വെച്ചാൽ കൊടുക്കുക. ആ ഒരു പാക്കറ്റ് ഷാമ്പു വന്നേ. എന്താ വരുന്നു? നന്നായി വരും. ആ ഒരു 2 പാക്കറ്റ് മിഠായി എടുത്ത്. ഇത് മതിയോ? മതി, അത് മതി. ഒരു ഇത്തിരി സ്ഥലം തരും. ഞാൻ ഈ കുട്ടികൾക്ക് ഒത്തിരി മിഠായി കൊടുക്കും. കുറച്ച് സ്ഥലം തരൂ. ഞാൻ കൊടുക്കാം. കുട്ടികളുടെ സന്തോഷം. വൈശാലി വിള ടൗണിലൊന്നും കിട്ടില്ല. കോയമ്പത്തൂർ നിന്ന് വരുത്തിയതാ. എന്താ കുമാരേട്ടാ ഈ വികലാംഗൻ എന്ന് വെച്ചാ? വികലാംഗൻ എന്ന് വെച്ചാൽ വികലമായ അംഗത്തോട് കൂടിയവൻ ആരോ അവൻ വികലാംഗൻ. അയാൾക്കൊരു കാലില്ല അത്രേ. എന്നാലും അയാളെ കാണാനൊരു ഐശ്വര്യമൊക്കെ ഉണ്ടേ. ഇങ്ങോട്ട് നോക്ക. ഈ പുരുഷന്മാരുടെ ഐശ്വര്യം സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് മോന്തയ്ക്കല്ല, മനസ്സിലാ? അത് കുമാരേട്ടൻ പറയണത് ശരിയാ. ആ കൈകൊട്. ഉത്രട്ടാതിയ നക്ഷത്രം. അയ്യോ അതെങ്ങനെ മനസ്സിലായി? ആ സാമുദ്രിക ലക്ഷണം, ജ്യോത്സ്യം ഇതൊക്കെ പഠിക്കാതെ ഇങ്ങനൊരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ പറ്റുമോ മോളെ? അല്ലേ? അയ്യോ ഇല്ല